കൊറേ തരുണിമണികൾ വന്നിട്ടുണ്ട്. പുഷ്പലതാന്റെ ആണെങ്കിലോ ഒരു അടിപൊളി കുക്കാണ്. നിർത്താൻ വേണ്ടി ഓട്സ് കൊണ്ടുള്ള ഒരു ഓംലെറ്റ് ആണ് കേട്ടോ. ഇതൊക്കെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ സ്ട്രോങ് തരുന്നത്. ഈ കരാട്ടെ പഠിക്കണില്ലേ? കരാട്ടയുടെ 2 സ്റ്റെപ്പ് കാണിച്ചേ. ആൺകുട്ടികൾ ഇരിക്കണം അവിടത്തേക്ക് നോക്കാൻ പോലും പാടില്ല. അതൊന്നും പുസ്തകം എറിഞ്ഞിട്ട് ഒരു കമ്മന്ന് കിടന്ന് ഇത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുള്ളൂ. അപ്പൊ ഇതിങ്ങനെ കഴിക്കണം. ഞാനല്ല കൈ തരേണ്ടത്. അടിപൊളി സാധനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തില് ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. അത്ഭുത ദുരന്തം. അത്ഭുതത്തിന് ദുരന്തമായി. ദുരന്തം തന്നെ. അതായത് നമ്മുടെ വിഷമകരമായ ഒരു അത്ഭുതം എന്ന് വേണേ പറയാം. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ നിന്ന് നടന്ന് വർത്താനം പറഞ്ഞ് പോകുമ്പോ കൂടി ഒരു കുഴപ്പമില്ലാണ്ടെന്ന പടവലങ്ങ ചെടിയാണ് ഈ കാണുന്നത്. നോക്കിയ ഒരൊറ്റ ഇലയില്ല. ഇന്ന് കാലത്ത് വന്ന് നോക്കുമ്പോ പടവലങ്ങി. അതായത് ഇന്നലെ ഉച്ച തിരിഞ്ഞ ഒരു 5-8 ഇലക്ക് വാട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തിനാ വാട്ടം എന്ന് വിചാരിച്ചു വല്ലതാണിച്ചത്. പക്ഷെ ഇന്ന് കാലത്ത് വന്ന് നോക്കിയപ്പോ ഒരൊറ്റ ഇലയില്ല. കംപ്ലീറ്റ് ഒരു ചെറുകേട്ട അവിടെ നിന്ന് വന്നിട്ട് പറഞ്ഞു വേഗം പുഴുക്കള് ഫുള്ള് സെക്കൻഡുള്ളിൽ തിന്ന് കഴിക്കുന്നു. പ്രത്യേക ഒരു പച്ചപ്പുഴുക്കളുണ്ട്. അപ്പൊ വേഗം തന്നെ പുഴുക്കൾ എടുത്ത് കൊന്നോ, അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ളതും കൂടി തണ്ടുമ്മലേക്ക് അത് കേറുന്നു. അപ്പൊ അതുപോലെ തന്നെ അതേ കാണിച്ചു തരാം. ചേട്ടൻ കാലത്ത് ചേട്ടനും ചെറുകേട്ടനും കൂടി കൊറേ പുഴുക്കൾ എടുത്ത് കൊന്നുട്ടാ. ഒരു പുഴുവിനെ എടുത്ത കണ്ട പുഴുണ്ട പുഴുക്കൾ ഇഷ്ടം പോലെ ഇനി എടുക്കാം. ഞാൻ അതേ പുഴു കണ്ട ഈ ടൈപ്പ് പുഴു. ഛർദിക്കാൻ വരാ. എന്തിന് ഇതണ്ടാ നോക്കിയാ ഇവരെ ഞാൻ കുമ്മായത്തേക്ക് ഇരുന്ന് കേട്ടാ. കുമ്മായത്തിലിട്ട ചാവോ? അവിടെ കിടക്കട്ടെ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കുമ്മായത്തില് ആള് പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് വരും ചേട്ടാ. പൗഡർ ഇട്ടിട്ട് സുന്ദരനായിട്ട് വരുന്നു. എടുക്കണു കണ്ടാ. ഇതാണ് പുഴുക്കൾ കണ്ട. ഇവർ തീറ്റ അത് അതിലിട്ട് ഇതായി അവന്റെ പണി കൂത്തു കഴിഞ്ഞു. നീ എവിടെയാ നോക്കിയേ? ജഗു നോക്ക്. ഇഷ്ടം പോലെ ഉണ്ട്. എന്റെ ദൈവമേ. കൊന്നതല്ല ഇനി എന്തോരാ. അതായത് നമ്മള് ചില സാധനങ്ങള് ദേ കണ്ടാ നോക്കിയേ. ഇവിടെ ഇവിടെയൊക്കെ നിറച്ചുണ്ട്. ഈ ജൈവ കൃഷി ആകുമ്പോഴത്തെ കുഴപ്പമാണിത്. സെക്കൻഡുകൾക്കുള്ളിൽ കീടങ്ങള് നമ്മളെ ആക്രമിച്ച് നമ്മൾ യുദ്ധത്തിൽ ജൈവാക്രമണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഇനിയാണ്. അതില്ലേ മണ്ണുത്തിയ പൂമ്പളേ ഇതിന് മറ്റേ പുകയില കഷായം സോപ്പ് നമ്മൾ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ പുകയില കഷായം ഒക്കെ ചേട്ടനുണ്ടാക്കിയിട്ട് സോപ്പ് ലൈനി. അപ്പോ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുകയില കഷായത്തുമ്മ ഇവറ്റകൾ വന്നിരുന്നിട്ട് ആ വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ നമ്മളെ നോക്കി ചിരിക്കും. അതൊന്നും ഇപ്പോഴത്തെ പുഴുക്കൾക്ക് ഒരു കാര്യമില്ല. അത് ചേട്ടൻ മണ്ണുത്തിയ പൂമ്പളേ ജൈവ ഇതില്ലേ പെസ്റ്റിസൈഡ് കീടനാശിനി അങ്ങനത്തെ ഉണ്ടോന്ന് ചോദിക്കട്ടാ. ദേ ചേട്ടാ ദേ അല്ല ഇതും ഈ കുമ്മായം വെതറി കൊടുത്തിട്ട് ചാവില്ലേ? ഇല്ലില്ല. ഞാൻ തിപ്പനത്തിരി വെതറി. പക്ഷെ ഒരു കാര്യമില്ല. അവർക്ക് കണ്ട ഇവിടെ വെള്ളപ്പൊടി കാണുന്നത് തിപ്പന വന്നിട്ട് വെതറി. ഇതാ എത്ര ഭംഗിയിലുണ്ടായിരുന്നു. അതായത് ഒരു വൈകുന്നേരം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതേ. ഒരൊറ്റ രാത്രി കൊണ്ട് ഇത് മൈനി ഓടിക്കണം. ഇന്ന് ചേട്ടത് എടുത്ത് കഴിയോ? 100 കണക്കിന് എണ്ണ ഇനി ഇരിക്കണം. ആയിക്കോട്ടെ. അവര് കഴിക്കും. നമുക്ക് എവിടെയാ അതുമ്മേ 2-3 എണ്ണം ഉണ്ട്. അതുമ്മേലെ ഒരു 4 എണ്ണം ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ശരിയാക്കി തരാം. പപ്പു വരണ ഇപ്പൊ ശരിയാക്കി തരാം. കുഞ്ഞ് സ്പാൻഡർ എടുത്താ എന്റെ അമ്മേ. ഒരു കട്ടിച്ചവണയും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് കൂടി എടുക്കായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പൊ കണ്ട് ജെല്ലി പോലെ. ഇവരെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മറ്റേ ചോറിയല്ല അറപ്പ്. അല്ല ചൊറിയുമ്പോഴാണെങ്കിൽ നമുക്ക് അത് പുഴുങ്ങില്ലേ അല്ല അല്ലേ? ചൊറിയുമ്പോഴില്ലേ അവരാണെങ്കിൽ നമുക്ക് ഒരു ഇതുമൊക്കെ ഇവിടേക്ക് വരാൻ പറ്റില്ല. തണ്ടുമ്പിലേക്ക് ആക്രമണം തുടങ്ങിയിട്ട് അവര് കണ്ട. ഇനി ഇത് മേലെ വരുമോ ചേട്ടാ? വരുന്നു പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കിയൊക്കെ വിചാരിച്ച് നമ്മുടെ ഇവരെയൊക്കെ കളയാൻ പറ്റുമോ? നോക്കി എത്രയും വലിപ്പത്തിൽ വന്നതല്ലേ അവര് കണ്ട. പടവലിങ്ങൊക്കെ നോക്കിയാൽ എത്രയ്ക്ക് വലിപ്പമായി നമുക്ക്. എനിക്ക് അങ്ങനെ അത്ഭുതം തോന്നുന്നത് സരിത ഒറ്റ രാത്രി കൊണ്ടാണ് ഇവര്. ചേട്ടൻ എൻ്റെ അടുത്തേ കാലത്ത് ഇവിടേക്ക് വന്നിട്ട് അങ്ങോട്ട് വന്നിട്ട് സരിതേ നമ്മടെ പടവലങ്ങേനെ മുഴുവൻ പെട്ടടിച്ചു വിട്ടുടി. അപ്പൊ ഞാൻ ആരാ ഈ പണി ചെയ്തേ? പക്ഷെ ചേട്ടൻ പറഞ്ഞാലും ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അയ്യോ
ആ ഞാൻ ഇതുപോലെ അത് ഇതിന്റെ ഇതിന്റെ ഇല തിന്നണ പുഴുവായിരിക്കും ഇത്. അപ്പൊ ഇത് ഇതിന്റെ ചിത്രശലഭം ഉണ്ടല്ലോ, അത് ഇതിന്റെ ഇലയുടെ അടിയിൽ വന്നിട്ട് ഈ 100 കണക്കിന് മുട്ടയിട്ട് പോയിണ്ടാവും. അത് വിരിഞ്ഞിറങ്ങി വിരിഞ്ഞങ്ങോട്ട് ഇറങ്ങി അവരങ്ങോട്ട് ഒരു ഒറ്റയടിക്ക് ആക്രമണം. പെട്ടെന്നാണ് ഇതൊക്കെ കഴിയുക, പെട്ടെന്നാണ്. ഇപ്പൊ മനസ്സിലായില്ലേ എന്തൊരു വേഗം വലുതാവണ കണ്ട. ശ്രദ്ധ ഭയങ്കരമായിട്ട് വേണം. ജൈവാക്രമണം, ഇതാണ് ജൈവാക്രമണം അല്ലേ? അത് ഈ രാജ്യങ്ങൾ തമ്മിൽ ജൈവാക്രമണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ടില്ലേ? യുദ്ധത്തിന് രോഗങ്ങളുടെ രോഗാണുക്കളെ ഇങ്ങോട്ട് വിടൂല്ലേ അവിടേക്ക്. ഞാൻ ഇതുവരെയായിട്ട് പടവലങ്ങിക്ക് ഇങ്ങനത്തെ കുഴപ്പം നമ്മൾ ഇതുവരെയായിട്ട് നട്ടിട്ട് ഇങ്ങനത്തെ ഒരു കുഴപ്പം രക്ഷപ്പെടുന്നു ചേട്ടാ. ഇതിന്റെ ഉള്ളിലേക്ക് അത് അതിനുള്ള പരിപാടി കോലിട്ട് ഇളക്ക് അതിന്റെ വായല്. ഇതുമ്മിലേക്ക് ഈ അമ്മരയുടെ കയറിയിട്ടുണ്ട്, അതുമ്പോ ഒരു തൊടുകളേ ആ ഇല സുഖമില്ലല്ലോ തിന്നാനല്ലേ. ഇതിന്റെ നല്ല സോഫ്റ്റ് അല്ലേ പടവലങ്ങേരെ. അപ്പോൾ ചേട്ടൻ അത് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ കൂട്ടാൻ വയ്ക്കാൻ പോവാ. അപ്പം പിന്നെ ജഗ്ഗുവിന് വേറൊരു പണി കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം. ഇത് ക്ലീൻ ചെയ്യലാണ് ജഗ്ഗുവിൻ്റെ ഇന്നത്തെ പണി. വെയിലിൻ്റെ ഇത് നോക്കിയിട്ട് മതിയിട്ടുണ്ണിയേ, വെയിലത്തൊന്നും ചെയ്യണ്ട. ഇത് ഇപ്പം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലേ ഇനി ഇതിൽ കുഴപ്പമുണ്ടാവില്ല. കാരണം ഇലകൾ വീഴാനായിട്ട് ഇപ്പം ഉള്ളത് ഈ ഒരു മാവ് ഇവിടെ നിൽക്കണതിൻ്റെ ഇലയുള്ളൂ. മെയിനായിട്ട് ഇതിൽ വീണോടുന്നത് തേക്കിൻ്റെ ഇലയായിരുന്നു. ആ തേക്ക് ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ വെട്ടിക്കളഞ്ഞല്ലോ. അത് കാരണം നമ്മളിതിലൊരു ആമ്പൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നും പൂവുണ്ടാവും. ഇത് വെച്ചാൽ എന്തോട്ടെ ഇന്നും ഇതുമ്പോൾ പൂവുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യലാണ് ജഗ്ഗുവിൻ്റെ ഇന്നത്തെ ജോലി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇവിടെ കുറേ തരുണിമണികൾ വന്നിട്ടുണ്ട്. സരിതര അമ്മയും കൂട്ടുകാരികളുമാണ് വന്നുകൊണ്ടത്. അപ്പോൾ ഒരു കൂട്ടപാചകം ചെയ്യാനാണ് വന്നുകൊണ്ടത്. കൂടുതൽ കാര്യങ്ങൾ സരിത പറയും. അതായത് അമ്മയുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അത് പുഷ്പലത ആൻറ്റി, ഇത് മേരി ആൻറ്റി. ആൻറ്റീനെ നമ്മളിനി വിശദമായിട്ട് പിന്നെ പരിചയപ്പെടും കേട്ടോ. പിന്നെ ആൻറ്റിയുടെ വീടിൻ്റെ റിനോവേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ ഇവർക്ക് കുറച്ച് നാളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു നമ്മളുടെ വീട് കാണാനൊക്കെ. പ്രത്യേകിച്ച് മേരി ആൻറ്റിക്ക് നമ്മുടെ ആളുടെ വീട് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് ആൽവിനാണ്. അപ്പോൾ ആൽവിൻ ചെയ്തിട്ടുള്ള നമ്മുടെ വീട് ഒന്ന് കാണണം, ആൾക്ക് നേരിട്ടൊന്ന് കാണണം. വീഡിയോയിലൂടെ കുറേ കണ്ടിട്ടുണ്ട്, എന്നാലും നേരിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് പുഷ്പലത ആൻറ്റി ആണെങ്കിലോ ഒരു അടിപൊളി കുക്കാണ്. കുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ള കുറേ ഐറ്റംസ് അതൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും. അമ്മോട് പറയും ഈ ഷുഗറിൻ്റെ മരുന്നൊക്കെ നിർത്ത്, കൊളസ്ട്രോളിൻ്റെ ഒക്കെ മരുന്ന് കഴിക്കാണ്ട് ഈ ഭക്ഷണം ഇങ്ങനെ നിയന്ത്രിച്ച് പോ എന്നൊക്കെ കുറേ ഉപദേശം കൊടുക്കാറുണ്ട്. അപ്പം അമ്മ അതൊക്കെ അങ്ങനെ തന്നെ ആ റെസിപ്പിയൊക്കെ എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നീ വീഡിയോ ചെയ്ത അല്ലാണ്ട് അമ്മ ഇതുവരെ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഇവർ വീട്ടിലേക്ക് വരാൻ നിൽക്കുന്നുണ്ട് നമ്മുടെ വീട് കാണാൻ. അപ്പൊ പിന്നെ ഞാനെന്തിനാ ഇതൊക്കെ ചെയ്യാൻ നിൽക്കണേ, ആള് തന്നെ നേരിട്ട് ചെയ്തു തരുമല്ലോ. അപ്പം അങ്ങനെ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് ചെയ്തു തരാൻ പോണത് ഓട്സ് കൊണ്ടുള്ളൊരു ഓംലെറ്റ് ആണ് കേട്ടോ. അതിനുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ പുഷ്പലത ആൻറ്റി ചേട്ടന് പെണ്ണുങ്ങളുടെ ഇടയിൽ വന്ന് നിൽക്കുമ്പോ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ പുഷ്പലത ആൻറ്റിയുടെ വീട് ഒക്കെ വെങ്ങടിശ്ശേരിയിൽ ചേട്ടാ. ഇവരൊക്കെ ആവശ്യമാണ് അമ്മാടം, കോടന്നൂര്, വെങ്ങടിശ്ശേരി ആ ചുറ്റുവട്ടത്തിലുള്ളവർ തന്നെയാണ്. അപ്പോൾ ഓട്സ് ഓംലെറ്റിന് ആദ്യം ഒരാളാണെങ്കിൽ 2 സ്പൂൺ മതി ഓട്സ്. അപ്പോൾ കുറച്ചുകൂടി അധികം വേണമെന്ന് പറഞ്ഞ കാരണം 4 സ്പൂൺ കൊടുക്കും. 4 ടേബിൾ സ്പൂൺ. അതെ അതെ അതെ. ഇവന് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഇല്ലേ? ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യാം. കുറച്ചുകൂടി ഇനി ഇത് പൊടിക്കണം. പൊടിക്കാനായിട്ട് ഇത് നമ്മൾ ചോറിലേക്ക് കഴിക്കാനുള്ളതൊന്നുമില്ല. അല്ലല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ വയറ് നിറയുന്ന പറയണേ. കാലത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശക്കില്ല. പിന്നെ അതാ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഇത് പൊടിക്കണം അല്ലേ? അത് പൊടിക്കണം, പൊടിക്കണം. നന്നായിട്ട് പൗഡർ ആക്കിയോളൂ. അതെ, അതല്ല ഇങ്ങനെ പിരിപിരാന്ന്. അപ്പൊ ഞാൻ അത് പൊടിച്ചിട്ട് വരാട്ടാ. കളിക്കട്ടെ മണ്ണിൽ കൈ കഴുകിട്ട് കിടുവാ. ഇതിൽ വെച്ചോ. പൊടിച്ചു കൊണ്ടുവന്നു ഓട്സ്. വീട് പണിയാന്നാ?
അതിന് ഉപ്പ്, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പച്ചമുളക് ഇട്ടുണ്ട്, ഇത് കാരണം കുറച്ച് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അവിടെ ആൻറ്റിക്കും അങ്കിളിനും കഴിക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണം ഉണ്ടാക്കുള്ളൂ. 2 എണ്ണം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് 2 പേർക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയി. 2 കൂട്ടുകാരിമാർ അവിടെ വർത്താനം പറയാൻ തുടങ്ങി നിർത്തില്ല അല്ലേ? നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇന്നാള് ഇവരുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു, 60-ാം പിറന്നാൾ ആഘോഷം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട്, ഇഞ്ചി, പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം എല്ലാം പൊടിയായിട്ട് അരിയണം. പിന്നെ സവാള, പിന്നെ മല്ലിയില. ഇതൊക്കെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ സ്ട്രോങ് തരുന്നത്, കഴിക്കുമ്പോഴേ വേഗം വയറെന്നറിയാൻ വേണ്ടിയിട്ട്. ഇതിനാണെങ്കിൽ ഒരു സോസൊക്കെ കൂട്ടി കഴിക്കാട്ടെ പിള്ളേർ. ഇവർക്ക് കഴിക്കുകയാണെങ്കിൽ സോസൊക്കെ കഴിക്കാം. പിന്നെ ഷുഗറുള്ളവർക്ക് സോസൊന്നും പറ്റില്ലല്ലോ. സോസിലൊക്കെ ഇത്തിരി മധുരം ഉണ്ടാവും. നമ്മളൊന്നും കഴിക്കാറില്ല, ഇത് മാത്രം. അത്യാവശ്യം സ്പൈസിയാണ്. ഇതൊന്നും വേണ്ട തോന്നണില്ല കാണുമ്പോൾ. അതെ ഇരിക്കണേ. ഈ കരാട്ടെ പഠിക്കണില്ലേ? കരാട്ടയുടെ 2 സ്റ്റെപ്പ് കാണിച്ചേ. ചൂടായിട്ടാ. അപ്പോ ദോശത്തട്ടിലാണ് നമ്മൾ ഉണ്ടാക്കണേ കേട്ടാ. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. മറ്റേ പാനാണെങ്കിൽ ഒന്നും കൂടി കുഴിഞ്ഞ് നിൽക്കുമ്പോ നല്ലതാണ്. അടപ്പുണ്ടല്ലോ അല്ലേ അവിടെ? മൂടിയുണ്ട്. എന്തിട്ടിൽ വേണമെങ്കിൽ ആക്കാട്ടെ, നമ്മള് വെളിച്ചെണ്ണയിലാക്കണേ. അതെ, അതിലേക്ക് ഒഴിച്ചു പരത്ത. ആൻറ്റി മറ്റേ നമ്മുടെ ഈ എന്താ പറയാ ടേബിൾ സ്പൂണില്ലേ, അത് വെച്ചിട്ട് തന്നെയാണ് ആളെല്ലാം ചെയ്യണേ. അത് എന്താ പറയാ, അടപ്പെടുത്തിട്ട് ചേട്ടാ. ഓട്സ് അളന്നത് തൊട്ട് പിന്നെ മുട്ട പൊട്ടിച്ചത്, കലക്കിയത്, പിടിച്ചത്, ഇപ്പൊ ഒരു ഒഴിച്ചത് ഒക്കെ അതുകൊണ്ട് തന്നെ. ഇതൊന്നും അളക്കാറേ ഇല്ല, എല്ലാം കയ്യിന്റെ അളവാണ്. ഇനി അത് ചെറിയ തീയില് ഇങ്ങനെ ഇട്ട് വേവിക്കണം. അപ്പൊ അത് വേവട്ടെ. ഇത് മറിച്ചിടാട്ടാ. ചേട്ടാ അവിടേക്കൊന്ന് നോക്കിയേ മഴക്കാരി. അത് ഈ കുഴിഞ്ഞതല്ലാത്ത കാരണേ. അല്ലില്ല, ഇത് പാകം കരിയും. ഇതും കൂടി വേണം, 2 എണ്ണം നോക്കാം. ഇങ്ങനെ നിവർത്തിയിടട്ടെ. പൊട്ട് കിട്ടാ ചില ഇന്നത്തെ ലാവും. ഫസ്റ്റത്തേന് ചെറിയൊരു മിസ്റ്റേക്ക്. അതന്നെ, ഒരു അംഗവൈകല്യം സംഭവിച്ചു. അടുത്തേല് നമുക്ക് ശരിയാക്കാം. എന്നിട്ട് ഇവര് പണ്ടത്തെ കഥകൾ പറയായിരുന്നു. ആൻറ്റി ഇങ്ങോട്ട് വായോ, മേരി ആൻറ്റി ഇങ്ങോട്ട് വാ, ഇവര് കഥ പറയായിരുന്നു. ഇവര് പഠിക്കണ കാലത്ത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിക്സഡാണ്. പക്ഷേ ഒരു റോ പെൺകുട്ടികളുടെയും ഇപ്പുറത്തെ ആൺകുട്ടികളുടെ ആണെങ്കിലും ആൺകുട്ടികൾ ഇരിക്കണം അവിടത്തേക്ക് നോക്കാൻ പോലും പാടില്ല. അങ്ങനെയായിരുന്നു അന്ന് ഇവര് പഠിക്കണ സമയത്ത്. അതെ, അപ്പൊ ഇത് നോക്കണവരെ നോക്കാൻ വല്ലവരും നിക്കണ്ട. പിന്നെ എങ്ങനെയാ നമ്മൾ നോക്കി നമുക്ക് സ്വയം പേടി. ഞാൻ പറഞ്ഞില്ലേ, നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒരാളെ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആളുടെ പേര് വെച്ചിട്ട് റോട്ടില്ല, ചുമരമ്മല, അവിടെ സ്കൂളിലൊക്കെ പ്ലസ് ഇട്ടിട്ട് 2 പേരെ പേര് വരില്ല. ഒന്ന് നോക്കിയാല് കഴിഞ്ഞു. പിന്നെ സ്കൂള് മുഴുവനാ അവരണ്ടാളും ലൈനാന്നല്ലേ. എന്തായാലേ കാലത്തിനൊന്ന് മാറ്റം നോക്കിയല്ലേ ഇപ്പൊ. ഇപ്പൊ നമ്മൾക്ക് ബസ്സിലൊക്കെ പിള്ളേരൊക്കെ കാണുമ്പോഴേ ഇപ്പൊ ജനിച്ചാ മതിയെന്ന് തോന്നാലേ. പിന്നെ അതുപോലെ ഞങ്ങള് കേരള ഓർമ്മയില് പഠിക്കുമ്പോ അത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പ്രീ ഡിഗ്രി കേരള ഓർമ്മയിലായിരുന്നു 2 പേരും. അപ്പൊ ഏതാ പഠിച്ച, ഏത് ഗ്രൂപ്പ്? ഞാൻ PCM ആയിരുന്നു, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആയിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ്. അങ്ങനെ കേരള ഓർമ്മയിൽ എത്തിയപ്പോ ഒക്കെ മാറിയില്ലേ? കേരള ഓർമ്മയിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പ്ലേറ്റ് ആയി. പക്ഷെ കേരള ഓർമ്മയിലും നമ്മുടേതായ ഒരു ഇതൊക്കെ ഉണ്ട്. ഇതായിട്ടാ ഫസ്റ്റത്തെ ആയിട്ടുണ്ട്. ഇനി 2ാമത്തെ ഒഴിക്കാൻ പോവാണ്. 2ാമത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നോക്ക് കഴിച്ചോക്ക്, അല്ലെങ്കിൽ പിന്നെ ചേട്ടാ
ഭയോ ചൂടാണ് ചെയ്യേണ്ട കേട്ടോ, ആളുവാ. ചൂടാണ്. ചേട്ടന് ചൂട്ടോടെ കഴിക്കണം. ഇതിൽ എണ്ണയൊന്നും വേണ്ട, വളരെ കുറവല്ലേ വേണ്ടു. അതൊക്കെയാണ് ഇതിന്റെ പ്രിഫറൻസ്. എണ്ണയൊക്കെ കുറവ്. മുന്നൊഴിച്ച് തന്നെ അവിടെ ഉണ്ട്. അതെ. ഇതാ ഇവിടെ ഇങ്ങനത്തെ നമുക്ക് സൂക്ഷിച്ചിടാം. ഇങ്ങനെ ഒഴിക്കണം അല്ലേ? ഞാനാണെങ്കിൽ ഇപ്പോൾ 2 എണ്ണം ഉണ്ടാക്കല. ഇപ്പോൾ ഇവിടേക്കായി എല്ലാവർക്കും 2 എണ്ണാക്കിക്കോ, കുഴപ്പമില്ല, നമുക്ക് കുറേശ്ശെ കഴിച്ചാൽ മതിയല്ലോ. പിന്നെ പൊട്ടിയാലോ. ഇത് ഈ ദോശക്കല്ലായി തന്നെ ഇത് സൂക്ഷിക്കണം മറിച്ചിടുമ്പോൾ. ഇത് സുഖല്ലേ, പെട്ടെന്ന് പരിപാടി കഴിയും, എളുപ്പം. അതല്ല, ഞാൻ കാലത്ത് 9 മണി 9:30 വരെയൊക്കെ ഞാൻ എക്സസൈസ് ചെയ്തോണ്ടിരിക്കും. ഇതാ ഉണ്ടാക്കണേ വെച്ചാൽ എനിക്ക് ഫുൾ. അല്ല, എന്നിട്ട് ആന്റിയുടെ ശ്വാസം മുട്ട ഇങ്ങനെ മാറി, ഭയങ്കര ശ്വാസം മുട്ടായിരുന്നു. 10ാം ക്ലാസ്സിന് പഠിക്കുമ്പോ എടുത്തിട്ടാണ് പരീക്ഷ എഴുതാൻ കൊണ്ടുപോയി. കേരളമേലേക്കൊക്കെ കോളേജിൽ പോകുമ്പോ ഫുൾ സ്കേർട്ട്. ഞാൻ ചെരുപ്പിടില്ല, ചെരുപ്പ് പോലും എനിക്കൊരു ഭാരമായിരുന്നു. പിന്നെ ആ സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ നടക്കാൻ ഒരുപാട് ദൂരല്ലേ, അതിങ്ങനെ നമ്മൾ ശ്വാസം മുട്ടി വലിച്ചു അവിടെ എത്തുമ്പോഴേക്കും ഉണ്ടല്ലോ പുസ്തകം എറിഞ്ഞിട്ട് ഒരു കമന്ന് കിടന്ന് കരച്ചല. അത് വിമ്മിഷ്ടപ്പെട്ട് മാറാൻ വേണ്ടിയിട്ട് ഭയങ്കര. അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഓടി വന്നിരിക്കും, എന്ത് പറ്റി അങ്ങനെ ശ്വാസം മുട്ടായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഫുൾ പാവടെ ഈ മഴയിൽ ഇങ്ങനെ പൊക്കി പിടിച്ചു, പുസ്തകവും ഇങ്ങനെ പിടിച്ചു. ഭയങ്കര ദുരിതപൂർണ്ണമായിരുന്നു എൻ്റെ പഠിപ്പ് മുഴുവൻ. പിന്നെ എങ്ങനെ മാറിയത്? പിന്നെ എൻ്റെ അച്ഛൻ റെയിൽവേയിലായിരുന്നു. അച്ഛൻ റിട്ടയർ ആയി വന്നേ പിന്നെ അച്ഛൻ യോഗ ചെയ്യുന്ന ആളാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ പ്രാണായാമം ചെയ്യ്, അല്ലെങ്കിൽ എന്നും ചീറ്റിയും തുമ്മി ഇങ്ങനെ നടക്കേണ്ടി വരും, ജീവിതകാലം മുഴുവൻ വലിച്ചു നടക്കും എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ എന്നും ചീത്ത. അപ്പൊ ചിലപ്പോഴൊക്കെ ചെയ്യും. അപ്പോൾ ചെയ്യാത്തപ്പോൾ അച്ഛൻ പറയും, ഇവൾക്ക് ഭക്ഷണം കൊടുത്തു പോരുത്, ഉള്ളത് ചെയ്യണം എന്നിട്ട് എന്നെ അടച്ചു പൂട്ടിയിടും അത്. അങ്ങനെ യോഗ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് ദിവസം യോഗ ചെയ്ത് ഇന്ന് വരെ ചെയ്തു എല്ലാ ഇതും ചെയ്യും. അങ്ങനെ പിന്നെ കല്യാണം കഴിയുന്നവരേക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡൽഹി പോയപ്പോൾ കംപ്ലീറ്റ് മാറി. അവിടെ പിന്നെ സീസൺ ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ വരുള്ളൂ. ഫെബ്രുവരി മാർച്ച് സീസൺ ചേഞ്ച്, അതുപോലെ തന്നെ നവംബർ ഒക്ടോബർ നവംബർ അങ്ങനത്തെ 2 സീസണിൽ മാത്രമേ വരുള്ളൂ. പിന്നെ അതും ഇല്ലാണ്ടായി. ഒരു മരുന്നുമില്ല, ഇൻഹേലർ ഒന്നും ഉപയോഗിക്കില്ല. കുറെ ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു കേട്ടോ, കുറെ ട്രീറ്റ്മെന്റ്. അപ്പൊ ഈ യോഗ ചെയ്ത് പ്രാണായാമം ചെയ്തിട്ട് മാറ്റിക്കളഞ്ഞു. പ്രാണായാമം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്നുള്ള തുമ്മല്, അതാ ഞാൻ തുമ്മുമ്പോ പറഞ്ഞത്. ഞാൻ നേരത്തെ തുമ്മൽ പറഞ്ഞു പ്രാണായാമം ചെയ്യാൻ 15 മിനിറ്റ്, അത് 4 തരം ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദിവസം ചെയ്യണം 15 മിനിറ്റ്. പിന്നെ ഇത് വരികയില്ല. പണ്ടൊക്കെ മാറാല അടിക്കുന്നിടത്ത് 4 മൈൽ അകലെ പോയി നിൽക്കണം ഞാൻ. ഇപ്പൊ ഞാൻ സ്വയം മാറാവലയും എല്ലാ പൊടി വൃത്തിയാക്കലും ഒക്കെ ഞാൻ തന്നെ ചെയ്യും. അത് നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടിന് മൈഗ്രെയിൻ ആയിരുന്നു, ഡൽഹിയിലുള്ളത്. ആ പുള്ളിക്കാരി ഇതേപോലെ ഞാൻ പറഞ്ഞു പിന്നെ യോഗയൊക്കെ ചെയ്യാൻ വന്നു. ഇപ്പൊ 4 വർഷമായി മൈഗ്രെയിൻ എന്നുള്ള പ്രശ്നമേ ഇല്ലാണ്ടായി എന്നുള്ളത്. നല്ല വ്യത്യാസമുണ്ട്. ചേട്ടൻ പറയും എന്നോട്, ചേട്ടൻ എന്നും ചെയ്യണതാ, കാലത്ത് എണീക്കാം. അല്ല, ഇവിടെ എവിടെയെങ്കിലും യോഗ ക്ലാസ് ഉണ്ടെങ്കിൽ അതിൽ പോകാൻ തുടങ്ങിയാലും മതി, സ്ഥിരമായിട്ട് പോവുമല്ലോ. ഇയർ ബാലൻസ് യോഗ നല്ലതുണ്ട്. കൊടുത്തോക്ക് കഴിച്ചു നോക്കാൻ പായോ? ചൂടാ കഴിക്കാം. ചേട്ടൻ ഭയങ്കര നോക്കിക്കോ. ശരി. നേരത്തെ ആ ഒരു കസത ചെയ്യണ എന്റെ ക്യാമറയുടെ മുന്നിൽ ചെയ്യണ എന്റെ ഒരു പകപ്പായിരുന്നു. മഴ വരുന്നുണ്ട്, അതേ മഴക്കാരൻ അറിയാവുന്നുണ്ട്. മണമില്ലേ നന്നായിട്ട്? നല്ല മണം വരുന്നുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞ ഉപ്പോ എന്തെങ്കിലും. ഇതില് ഭാഗം തക്കാളി അരിഞ്ഞിടാൻ മറന്നു. ഒരു തക്കാളി അരിഞ്ഞിടായിരുന്നു. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഒരു പുളിയും കൂടി വരും. പൊടി പൊടിയായിട്ട് ശരിയാ, ഞാൻ ഇടാറുണ്ട്. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ മറച്ചിടത്തിന് ബുദ്ധിമുട്ട് വരും, കാരണം തക്കാളി വെള്ളം ഒലിച്ചിട്ട്. അമ്മ അത് കഴിച്ചു നോക്കിയേ, ഇഷ്ടമായോ? അടിപൊളി. ഇതിപ്പോ പച്ചയോടെ അല്ല, ഇത് വഴറ്റിട്ട് വഴറ്റണ്ട, നല്ലത് ഇങ്ങനെ ചെല്ലണം. ഇത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുള്ളൂ. അപ്പൊ ഇതിങ്ങനെ കടിക്കണം. ക്യാപ്സിക്കും ക്യാരറ്റും കടിക്കുമ്പോ നല്ല രസം. ആന്റി സാധാരണ ഉണ്ടാക്കാറുള്ള ടേസ്റ്റ് നോക്ക്. പ്ലേറ്റ് വേണം. ഒരു മിനിറ്റ്, ഇത് കഴിച്ചാൽ മതി. കാലത്ത് ഒരെണ്ണം കഴിച്ചാല് 12-1 മണി വരെ സുഖമായിട്ട് പൊക്കോളും. വിശപ്പില്ല. അങ്ങനെ ഒരു മിഷൻ. പാവേ ഇത് കഴിച്ചു നോക്കിയേ, പിസ്സ. അതിനൊന്നും ഇഷ്ടപ്പെടില്ല.
എന്ത് നവരാത്രി നവരാത്രി വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു. മുട്ട വെജിറ്റേറിയനാ. ജഗ്ഗു ഇടിയാവേ എല്ലാം അരിഞ്ഞു വെച്ചാൽ മതി. ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലേദിവസം അരിഞ്ഞ് വെച്ചാൽ ഫ്രിഡ്ജില് തലേദിവസം വേണ്ട, കാലത്തും അരി. അപ്പൊ എത്ര നേരം വേണം? അല്ല അതല്ല 2 മിനിറ്റ് സമയമുള്ളപ്പോഴേ അരിഞ്ഞ് കൂടുതലാണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് ഉണ്ടാക്കാവേ. എന്റെ വീട്ടിൽ ഇതൊക്കെ സ്ഥിരം സബ്ജി വാങ്ങുമ്പോ ഇതെല്ലാം അല്ല പാത്രം വേണ്ടെന്ന്. വേണ്ട, നല്ലതാ. അടിപൊളി സാധനം കേട്ടോ. ഈ കാലത്ത് ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കുമ്പോ നമ്മൾ അത് വേഗം ദഹിച്ച് ബ്ലഡിൽ ഇതാവും. അതാണ് ഷുഗറിൻ്റെ ഇത് കൂടുന്നത്, സ്പൈക്ക് കൂടുന്നത്. ഇതൊക്കെ കഴിച്ചാൽ പതുക്കനെ ബ്ലഡിൽ അലിയുള്ളൂ. അപ്പൊ നമുക്ക് ഷുഗർ കൂടില്ല. അതാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ് വരുന്നില്ലല്ലോ. ഇല്ലല്ലോ. അല്ല, ഓട്സിലുണ്ട് കേട്ടോ കാർബോ, കുറച്ചുണ്ട്. അരിയുടെ അത്ര ഇല്ല. ഇഷ്ടമായില്ലോ. പച്ചമുളക് എരിവുണ്ട് കടിച്ചപ്പോ. എനിക്കിഷ്ടമാണ്, ഞാൻ തിന്നും പച്ചമുളക്. അവക്ക് ഇഷ്ടായില്ലേ? നല്ല കുട്ടി, ഗുഡ് ഗേൾ. അവൾക്ക് പച്ചക്കറി അവള് ഇഷ്ടം. അവളല്ലേലും കഴിക്കും. ജഗ്ഗുവിന്റെ പോലെയല്ല. സാമ്പാറൊക്കെ വെക്കുമ്പോഴേ അങ്ങനത്തെ സോസൊക്കെ ഒഴിച്ച് കൊടുക്കട്ടെ അതില്. അവന് സോസ് ഒഴിച്ച് കഴിക്കാം. അതെ, അതിൽ ഷുഗർ ആഡഡ് ആണ്. എനിക്കിതാ ഇഷ്ടമായത്. ഏത്? ഈ ചട്ടുകം. അതെ, നല്ല രസമുണ്ട്. അടിവരെ പോണ്ട്. അതെ, അത് തന്നെ ഇളക്കുമ്പോ അല്ലെങ്കിൽ കോറിൽ വിടും. അതെ, വീതി കുറവല്ലേ അങ്ങനെ. അപ്പൊ അങ്ങനെ ഞാനല്ല കൈ തരേണ്ടത്. അടിപൊളി സാധനം എന്ന് പറഞ്ഞിട്ട് മഴ വരുന്നുണ്ട്. ഇനി ഇത് ഇവിടെ നടക്കില്ല. 3 സാധനങ്ങൾ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടാണ് ആന്റി ഇന്ന് വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ സക്സസ് സൂപ്പറായിട്ട്. നമ്മളിതിന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതായിരിക്കും. നോക്കട്ടെ, ചേട്ടന്റെ വിശപ്പിനെ ഇത് ഒരെണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ സമയം വരെ നിൽക്കുന്നുണ്ട്. 2 സ്പൂൺ ഓട്സ്, 2 മുട്ട, പിന്നെ ഇതെല്ലാം കട്ട് ചെയ്ത് ഇട്ടിട്ട് കഴിഞ്ഞാൽ ഫുൾ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാ. വയറ് നിറഞ്ഞു വരും. ഇതിപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് രാത്രി കഴിച്ചൂടെ? രാത്രി എപ്പോ വേണമെങ്കിലും കഴിക്കാം. രാത്രിയിലേക്കാണ് വേണ്ടി വരാം മെയിനായിട്ട്. കാരണം കാലത്ത് ചോറ് കഴിക്കണത് രാവിലത്തേക്ക് ഉച്ചക്കിലേക്കും കഴിയും. അപ്പൊ വൈകുന്നേരമാണ് നമുക്ക് വേറെ എന്തെങ്കിലും ചോറ് കഴിക്കണേ. സ്കൂളിൽ എന്തായാലും ചോറ് കഴിക്കണം. അങ്ങനെ ഇനി വൈകുന്നേരത്തേക്ക് കഴിക്കാൻ പറ്റിയത് പറഞ്ഞതായോ? ഡിന്നറിന് ഇപ്പൊ നമ്മള് ഇതിന്റെ അല്ലേ കടലയുടെ ഉണ്ടാക്കണില്ലേ, അത് കഴിച്ചാൽ മതി. ഒരു 6 മണിയാകുമ്പോ അത് ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അത് കഴിക്കാലോ. കട്ട്ലറ്റ് നിങ്ങൾ എപ്പോഴേലും 7 മണി 7:30 മാക്സിമം അതിനുള്ളിൽ ഭക്ഷണം കഴിച്ചേക്കും. എന്തുട്ടാ ബാബ എന്നെ വിളിച്ചേ? മിനിമം 12 മണിക്കൂറെങ്കിലും ഫാസ്റ്റിംഗ് വേണമെന്ന് പറയണത്. കഴിച്ചു കഴിഞ്ഞാൽ 7:30 കഴിക്കണം. ഇന്നലെ സരിത വിളിച്ചപ്പോ ഞാൻ ഫുൾ ബിസി ആയിരുന്നു. അതൊക്കെ നേരത്തെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് വേണ്ടി അച്ഛനും മോനും ഉണ്ട് അവിടെ. അതിന് തിരക്കില്ലായിരുന്നു, അതൊക്കെ നിൽക്കാൻ പറ്റി. മോനും ഇതന്നെ കഴിച്ചോളൂ? പിള്ളേരൊക്കെ കഴിക്കും. ഒരു മോനല്ലോ ഉള്ളത്? 2 ആളുണ്ട്. അവന്മാരെ നമുക്ക് കയ്യിൽ കിട്ടില്ലല്ലോ, അവര് ദൂരല്ല. അവരുടെ ഇഷ്ടം. ഇപ്പൊ ഉള്ള ആള് UK-ലായിരുന്നു? അല്ല, കാനഡയിലായിരുന്നു. പിന്നെ അടുത്ത ആള് എവിടെയാ? അടുത്ത ആള് ബാംഗ്ലൂരുണ്ട്. ജോലി ചെയ്യണോ അത് പഠിക്കാണോ? അവൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്. അപ്പൊ ഒരു ആപ്പിന് വേണ്ടിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഈ ആന്റിക്ക് 2 ആൺമക്കളാണ് കേട്ടാ. ഈ ആന്റിക്ക് 3 പെൺമക്കളാണ്. 4 മാസം ഒരു സ്ഥലത്ത് അല്ലേ? ബോംബെയിൽ ഒരാള് കാനഡയില്, ഒരാള് UK-ല്. അപ്പൊ UK-ലേക്ക് പോവാൻ നിൽക്കണേ. അപ്പൊ അങ്ങനെയാണ് ആന്റി ഇങ്ങനെ ലോകസഞ്ചാരം നടത്തി. അതിൽ കുറച്ച് സമയം ആന്റി വീട്ടിൽ നിൽക്കും. ചൊവ്വൂരല്ലേ? ചൊവ്വൂരാണ് വീട്. അവിടെ നിൽക്കും. അപ്പൊ UK-ലത്തെ ആളുടെ വീടാണ് റിനോവേറ്റ് ചെയ്യാൻ പോണ. കഴിയുമ്പോൾ കാണിച്ചു തരാട്ടാ. ഒരു ഗംഭീര സംഭവമായിരിക്കും. അത് ചെയ്യണേൽ മുന്നത്തെ വീഡിയോ ഞങ്ങൾ പോയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കഴിയുമ്പോൾ ഒരു വരുന്നൊരു മാറ്റമുണ്ട്, ഒരു മേക്ക് ഓവർ. അത് പിന്നെ കാണാം. അപ്പോൾ ഒരു മാർച്ചിലല്ലേ തീർത്തരാന്ന് പറഞ്ഞിട്ട്, മാർച്ചിൽ നമുക്ക് കാണാം. കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു കേട്ടാ. തീ കെടുത്തി. അപ്പൊ ഇത്രയ്ക്കുള്ള സമയം വേണ്ടോ ഇത് ചെയ്യാനായിട്ട്? അടിപൊളി. ജഗ്ഗു വാസുദേവ് എങ്ങനെയുണ്ട്? അവനൊന്നും പിള്ളേർക്കൊന്നും പിടിക്കുക. സോസ് വെച്ച് കഴിച്ചോ? എങ്ങനെയുണ്ട്?
എന്താണ് വേപ്പലില്ലാത്ത കാരണം നല്ല രസമുണ്ട്. അല്ലെങ്കിൽ അവനൊരു പണിയാ വേപ്പില പറിക്കണേല്. മല്ലിയില ഇഷ്ടമല്ല എൻ്റെ പിള്ളേർക്ക്. ഞാൻ എല്ലാറ്റിലും കുറേ ഇടും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് വേണമെങ്കിൽ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇതില്ലേ, മല്ലിയില പുതിനയിലയുടെ ചട്നി ഇല്ലേ, പച്ച ചട്നി, അതുണ്ടാക്കിയ നല്ലതാട്ടാ. അത് നല്ല രസമാണ് അതിന്. ചട്നി അല്ലേ? അയ്യോക്കോടെ കഴിച്ചോ കഴിച്ചോ സീതാദേവി കഴിച്ചോ. എനിക്ക് തോന്നുന്നില്ലേ പറയുമ്പോ എരിവില്ലാത്ത മുളകാ, ചൂഞ്ഞ മുളകൊക്കെ ഇട്ടുണ്ടെങ്കിലോ പൂരം മുളക് കടിക്കുകയാണെങ്കിലാണ്. ഉപ്പ് എങ്ങനെയുണ്ട്? ഉപ്പൊക്കെ പാകം. പാകം. ഇവള് കഴിക്കുന്ന എനിക്ക് അത്ഭുതം. അപ്പോഴാണ് ഇത് ഇതിലേക്കൊക്കെ പോണത്. അതുവരെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. അയ്യോ മിളക് 2-3 വട്ടായി കടിക്കണു. എന്താ ഇതുള്ളൂ എരിവ് ഇതിലേക്ക്? വേറെ എരിവൊന്നും ഇല്ലല്ലോ. എന്തായാലും പച്ചമുളക് നാളെ തൊട്ടുള്ള ഭക്ഷണം ഇതാക്കി അമ്മ. ആഴ്ചയിലൊരു ദിവസം മതി, ആഴ്ചയിലൊരു ദിവസം ചെയ്താൽ മതി. നല്ലതാ, ഷുഗർ കൂടില്ല. അപ്പൊ അമ്മ 6 പാക്ക് ആവുന്നു.